അപ്പം ഇന്ന് ഞാൻ പറയാൻ പോണത് നമ്മുടെ അരളിപ്പൂക്കളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഓണക്കാലമായില്ലേ, അപ്പം നമുക്ക് ഈ അരളിപ്പൂക്കളൊക്കെ ശരിക്കും നമ്മൾ കളത്തിലൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് ഗുണങ്ങളും അതുക്കും മേലെ ഒരുപാട് ദോഷങ്ങളും ഉള്ളൊരു പൂച്ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ അരളി. ഇഷ്ടം പോലെ പൂമ്പാറ്റകളും തുമ്പികളൊക്കെ നിറഞ്ഞ് നമ്മളെ തോട്ടത്തിൽ നിൽക്കുന്നത് മെയിനായിട്ട് ഇതിൻ്റെ കളറും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലും കാരണമാണ്. ഇപ്പം തൽക്കാലം എനിക്കൊരു തുമ്പീനിയാണ് കേട്ടോ ഫോക്കസ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്, അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നീറിയം ഒലിയാൻഡർ എന്നാണ്. എപ്പോസിനിയേസി എന്നുള്ളൊരു ഫാമിലിയിലാണ് ഇത് വരുന്നത്. എല്ലാവിധ കാലാവസ്ഥകളിലും ഇത് വളരാനുള്ളൊരു കപ്പാസിറ്റി ഇതിനുണ്ട്. ഇങ്ങനൊരു ലൈറ്റ് പിങ്ക് കളറ്, ഡാർക്ക് പിങ്ക് കളറ്, പിന്നെ യെല്ലോ, റെഡ്, വൈറ്റ്, അങ്ങനെ ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 3 മീറ്റർ പൊക്കത്തിലാണ് ഈ അരളിച്ചെടി ശരിക്കും വളരുക. അതിൻ്റെ തൊലി എടുക്കുകയാണെങ്കിൽ ഒരു ചാര നിറമാണ് അതിൻ്റെ തൊലി. ഈ ഇലകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2 സൈഡിലും ഇങ്ങനെ കൂർത്തിട്ട് നടുക്ക് കുറച്ച് വീതിയുള്ള പോലെയാണ് അതിൻ്റെ ഇലകൾ നമുക്ക് നോക്കിയാൽ കാണാം. പിന്നെ എൻ്റെ അടുത്തുള്ളത് 5 പെറ്റലായിട്ടുള്ള പൂക്കളാണ്. തണ്ടിൻ്റെ അറ്റത്ത് ശരിക്കും ഈ തണ്ടിൻ്റെ അറ്റത്ത് ഇങ്ങനെ കൊലയായിട്ട് നമുക്ക് ശരിക്കും ഈ ഒരു പൂവ് കാണാം. ഇപ്പം പൂക്കൾ പൊതുവെ കുറവാണ് കേട്ടോ, മഴയായത് കാരണം പൂക്കൾ കുറേ പോയിട്ടുണ്ട്. ശരിക്കും ഇത് നല്ല ഡെക്കറേഷൻ പർപ്പസിനും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പൂജയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ ഇത് ശരിക്കും ഉപയോഗിക്കും. ഇതിൻ്റെ ഇല നമുക്ക് പൊട്ടിച്ചാൽ കാണാം ഒരു വെളുത്ത നിറത്തിൽ കുറച്ച് കറ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും അത് വിഷമാണ്. അതായത് ഏറ്റവും വിഷം കൂടിയ ചെടി അല്ലെങ്കിൽ പൂവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അരളി പൂക്കളാണ് കേട്ടോ. നമ്മൾ പല വിധത്തിലുള്ള ചെടികൾ ശരിക്കും നമ്മൾ നട്ട് വളർത്തുന്നുണ്ട്. പല ചെടികൾക്കും വിഷങ്ങളുണ്ട്, പക്ഷേ ഏറ്റവും രാജാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്ര വിഷമാണ്. അതായത് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും വിഷമാണ്. അതായത് ഇപ്പം ഇല എടുത്തോട്ടെ, അതിൻ്റെ തണ്ട് എടുത്തോട്ടെ, അതിൻ്റെ പൂ എടുത്തോട്ടെ, എല്ലാം വിഷമാണ്. അത് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഇതിനെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിതിനെ പരിപാലിക്കുന്ന സമയത്ത് നമ്മളിതിപ്പം കൊമ്പ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇലകൾ ഒക്കെ മുറിച്ച് മാറ്റുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇത് പരിപാലിക്കാൻ. പിന്നെ വേറൊരു കാര്യം, കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമ്മൾ വല്ല കോർണറിലേക്കോ, അതായത് കുട്ടികൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് വേണം ഇത് നമ്മൾ പ്ലേസ് ചെയ്യാൻ. അല്ലെങ്കിൽ അവർ ആ ഇലയേറ്റ് കടിക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഛർദ്ദിക്കുക, അങ്ങനെ ഒരുപാട് രോഗലക്ഷണങ്ങൾ ഇതിൽ കാണിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ മരണം വരെ സംഭവിക്കാനുള്ള ൊരു ചാൻസ് കൂടി ഉണ്ട് ഈ ഒരു ചെടി. അപ്പം നമ്മൾ അത് കാരണം അത് പ്രത്യേകം നമ്മൾ കരുതലെടുക്കണം. ഇങ്ങനെ ഒരു ചെടി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, പക്ഷെ നമ്മളത് എത്തിപ്പെടാത്തൊരു സ്ഥലത്തായിരിക്കണം നമ്മളത് ആദ്യമേ നട്ടുപിടിപ്പിക്കേണ്ടത്. പിന്നെ പശുക്കളെയോ അല്ലെങ്കിൽ ആടുകളെയൊക്കെ അതിൻ്റെ അടുത്ത് കൊണ്ട് കെട്ടിയിടുകയാണെങ്കിൽ അവയൊന്നും ഇത് കഴിക്കില്ല, ഇതിൻ്റെ ഇല കഴിക്കില്ല. അവയ്ക്കൊക്കെ അറിയാം ഇത് വിഷമാണെന്ന്. ശരിക്കും മനുഷ്യന്മാർക്കാണ് ശരിക്കും ഇത് വിഷമാണോ ഒന്നും തിരിച്ചറിയാൻ കുറച്ച് അറിയാത്തത്. പക്ഷേ അത് വെച്ചിട്ട് നമ്മൾ ഇനി കുറച്ച് ഇതിൻ്റെ ഇല എടുത്തിട്ട് പശുക്കൾക്കൊന്നും എടുത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പം അത് നമ്മളെക്കാട്ടും കൂടുതൽ അറിവ് ഈ പശുക്കൾക്ക് ഉണ്ടാകും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കഷ്ണം കൊമ്പ് ഇതുപോലെ മുറിച്ച് അതിന് ഒരുപാട് ശേഖരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ 2 വിധത്തിൽ ഞാനിതിനെ വേര് പിടിപ്പിക്കുന്നത് കാണിച്ചാൽ മണ്ണിൽ വെച്ചിട്ടും അതുപോലെ തന്നെ വെള്ളത്തിൽ വെച്ചിട്ടും 2 വിധത്തിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കാം. അതിന് മുമ്പേ ഇതിലൊരു വേറൊരു കാര്യം കൂടി പറയാണ്ട്, ഒലിയാൻഡ്രിൻ അല്ലെങ്കിൽ ഒലിയാൻഡ്രിജിൻ എന്ന് പറഞ്ഞിട്ട് 2 കമ്പൗണ്ട്സ് ഉണ്ട്. ഈ 2 കമ്പൗണ്ട്സാണ് ഇതിനെ വിഷം ഉള്ളത് ആക്കുന്നത്. പിന്നെ ഇതിന് വേറൊരു വലിയൊരു സംഭവം കൂടി അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വായിച്ചതാണ്, നമ്മളെ എലികളെയൊക്കെ കൊല്ലാനുള്ളൊരു ശേഷി ഈ ഒരു ചെടിക്കുണ്ട് കേട്ടോ. അതായത് അരളീൻ്റെ വേരോ അല്ലെങ്കിൽ പൂവോ അരച്ചിട്ട് നമ്മൾ ഈ കപ്പേൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ എലിമാളം എവിടെയാണോ എന്ന് നോക്കിയിട്ട് വൈകുന്നേര സമയത്ത് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും എലികൾ മൊത്തം ചാവും. അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു ശല്യം ഉണ്ടെങ്കിൽ, നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ചെടി ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഇത് ഞാനിങ്ങനെ കൊമ്പ് സൈഡിലേക്ക് വെച്ചിട്ട് താഴ്ത്തി വെച്ചിട്ട് ഒരു കല്ല് അതിൻ്റെ മേലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മണ്ണിൽ എങ്ങനെ പെട്ടെന്ന് വേര് പിടിക്കാം എന്നുള്ളൊരു ഇത് ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വളരെ കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ അത് വേര് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ചെറിയ കുട്ടി വേരാണ്, കാണാൻ വളരെ പ്രയാസമാണ്. കണ്ടോ, അടിയിൽ മുഴുവൻ വേര് വന്നിട്ടുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വേരുകൾ. ഇങ്ങനെയും പെട്ടെന്ന് തന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഇങ്ങനെ ചെറിയ വേരുകൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളത്തിലിട്ടാലും പെട്ടെന്ന് തന്നെ വേര് വന്നു. അപ്പോൾ നമുക്ക് നല്ല സുന്ദരികളായിട്ടുള്ള വേരുകൾ നമുക്ക് കാണാൻ പറ്റും.
കുറച്ച് മുമ്പ് ഞാനിത് കൊമ്പ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അടുത്ത് മിസ്സായി പോയിട്ടോ. ഇലകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇലകളുണ്ടാക്കും കട്ട് ചെയ്യുമ്പം. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റണം. മുറിച്ച് മാറ്റുമ്പോൾ ഒക്കെ നമ്മൾ ഗ്ലൗസ് എടുത്ത് വെക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ആ വെള്ള ഒരു കറയല്ലേ, അത് നമ്മളെ കയ്യിൽ പറ്റാൻ പാടില്ല. കണ്ടില്ലേ, ഇത്രയധികം വേരുകൾ പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് ചുരുങ്ങിയ ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഇത് ഞാനിങ്ങനെ വേര് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കമ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെയാണോ മണ്ണ് നമ്മൾ കുഴിച്ചിടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പെട്ടെന്ന് കുഴിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരും. അപ്പോൾ ഇത് നല്ല രസമല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വളരെ നല്ല വെളുത്ത വേരുകൾ. പിന്നെ പറയാനുള്ളത്, പല മരുന്നുകൾക്കൊക്കെ ഈ ഒരു ഇത് ഉപയോഗിക്കുന്നുണ്ട് പറയുന്നുണ്ട്. പക്ഷെ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള കണക്കും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യും കേട്ടോ. പിന്നെ ഇതിൻ്റെ അരളീൻ്റെ വേര്, തൊലി, വിത്ത് ഇതൊക്കെ വിഷങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കീടങ്ങളില്ലേ അതിനൊക്കെ തുരത്താൻ ഏറ്റവും നല്ലതാണ് ഈ അരളീൻ്റെ ഇലേൻ്റെ നീര് ഇടിച്ച് പിഴിയുക. എന്നിട്ട് ഒരു 100 ഗ്രാം നീര് 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് കണക്കാണ്. അത് ശരിക്കും നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഈ കായ്ച്ച പിന്നെ ഇലതീനിപ്പുഴുവിലൊക്കെ അല്ലേ അതിനൊക്കെ നിയന്ത്രിക്കാൻ ഇതിനെ കൊണ്ട് പറ്റും കേട്ടോ. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഇതിൻ്റെ ജമന്തി ചെടിയാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിറച്ചും മൊട്ടുകളാണ്. ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ആയി ചെയ്യണു ഇതൊന്ന് പൂവിടാൻ വേണ്ടിയിട്ട്. നമ്മൾ റോസിൽ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ബേക്കിംഗ് സോഡ എക്സ്പെരിമെൻ്റ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സക്സസ്ഫുൾ ആയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പൂവിടാനുള്ള വല്ല വഴിയും അറിയാമെങ്കിൽ നിങ്ങൾ എന്തായാലും എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്ലോസ് ആയിട്ട് ഇതിൻ്റെ മൊട്ടുകളൊക്കെ നന്നായിട്ട് കാണിച്ചു തരാം. ഒരുപാട് പേര് എന്നോട് ഇതിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ ഇടാൻ ഇത് പൂവിട്ടാലല്ലേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ, അത് കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. കഴിഞ്ഞ വർഷം എനിക്ക് പരിചയമുള്ള ഒരാൾ എനിക്ക് ഈ ചെടി തന്നതായിരുന്നേ. അപ്പോൾ അത് അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാടൊന്നുമില്ല, എത്രത്തോളം മൊട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ കുറച്ച് തൈകൾ എടുത്തിട്ട് ഇതുപോലെ ചട്ടിയിലും അതുപോലെ തന്നെ ഇങ്ങനെ ഗ്രോ ബാഗിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കഴിഞ്ഞ മാസമാണ് ഇത് നിറച്ച് മൊട്ടിടാൻ തുടങ്ങി. അപ്പോൾ വളരെ സന്തോഷമായിരുന്നു. പക്ഷേ ഇന്ന് വരെ ഇത് ഒരു മൊട്ട് പോലും വിരിഞ്ഞിട്ടില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ, നമ്മുടെ ബേക്കിംഗ് സോഡ എക്സ്പെരിമെൻ്റ് അതുപോലെ തന്നെ NPKs ഒക്കെ അടിച്ചു നോക്കി, നിവൃത്തിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് എനിക്ക് പറഞ്ഞു തരണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.